ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കിലോമീറ്റർ. അപ്പോൾ നമ്മൾ ഓൺ ദ വേ ടു ധനുഷ്കോടിയാണ്. ആൻഡ് ദിസ് ഈസ് ദി തേർഡ് എപ്പിസോഡ് ഓഫ് അവർ ധനുഷ്കോടി ബർത്ത്ഡേ റൈഡ്. ആൻഡ് ആദ്യത്തെ 2 എപ്പിസോഡിൽ നമ്മൾ ട്രിവാൻഡ്രത്തിൽ നിന്ന് റൈഡ് ചെയ്ത് അരൽവായ്മൊഴി, ചെമ്പകരാമപുത്തൂർ, തെരിക്കാട് എന്നീ പ്ലേസ് എല്ലാം കവർ ചെയ്ത് നമ്മൾ ധനുഷ്കോടിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആൻഡ് ഇഫ് യു ഗൈസ് മിസ് ദോസ് എപ്പിസോഡ്, ഞാൻ ഐ ബട്ടണിൽ പ്ലേലിസ്റ്റ് പിൻ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് റൈഡിലേക്ക് പോയാലോ. നമ്മൾ ഇവിടെ ഒരു വെൽഡിങ് ഷോപ്പിൻ്റെ അങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു സാധനം കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. സംഭവം വേറെ ഒന്നുമല്ല, നമ്മുടെ ഇവിടുത്തെ ഫ്ലാപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഗാർഡ് ഈ 2 സ്ക്രൂ മിസ്സിങ് ആണ്. അപ്പോൾ ഇത് കെട്ടി വയ്ക്കാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അല്ലേ കമ്പി പീസ് ഇരിക്കാ, കമ്പി പീസ് ഇത് എന്താ കെട്ട് കമ്പി ഇല്ലയാ, കെട്ട് കമ്പി മാതിരി. ആ, അത് നെട്ട് ലൂസായി പോയിച്ച്. അതായത് ഇത് വെച്ച് ടൈ ചെയ്യാൻ പറ്റുമോ നോക്കാം. കാരണം ഇത് അലങ്കി ആയതുകൊണ്ടാണ് ഞാൻ എന്നെ വർക്ക്ഷോപ്പിലൊന്നും കൊണ്ടുപോകാത്തത്. എന്തായാലും ഇതിൽ നോക്കാം. സൈലൻസർ നല്ല ചൂടാട്ടോ, തൊട്ടുകൊടുത്ത പണി പാളും. ഓക്കെ, സെറ്റ്. താങ്ക്സ് അണ്ണേ. ഇപ്പോൾ സമയം എന്താ 1:20 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്നൊരു 100 കിലോമീറ്റേഴ്സ് കൂടി ഉണ്ട്. അത്യാവശ്യം ഹെറ്റിക്കായി മാറിയിട്ടുണ്ട്. പോരാഞ്ഞിട്ട് ഡീഹൈഡ്രേഷനും കൂടി. നമുക്ക് അടുത്ത ഹോട്ടലിൽ എന്തായാലും നിർത്താം. കുറച്ചൊന്ന് ഈ ഒരു ടൗൺ വില്ലേജൊക്കെ മാറിയിട്ട് നമുക്കൊരു സിറ്റി പോലത്തെ ഏരിയ കിട്ടുമെന്നുള്ളത് നോക്കാം. ബോയ്സ്, ഫുഡ് കഴിച്ചു കഴിഞ്ഞായിരുന്നു കേട്ടോ. അപ്പം ഫുഡ് അത്യാവശ്യം നീറ്റാണ്. പണി കിട്ടുമോ എന്നുള്ളത് അറിയത്തില്ല, ഓൺ ദ വേയിലേ അറിയത്തുള്ളൂ. നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ കുറച്ച് നേരം റെസ്റ്റാണ്. ഇപ്പോൾ സമയം 2:30 ആയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഹാഫ് ആൻ അവർ ഇവിടെ റെസ്റ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം വെച്ചാൽ അത്യാവശ്യം ഹെറ്റിക്കായിരുന്നല്ലോ, അതുപോലെ ഫോണ് ചാർജിലാണ്. ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാറായി കേട്ടോ. ഫോണൊക്കെ ചാർജിനിട്ടിട്ടുണ്ട്. കുറച്ച് അത്യാവശ്യത്തിനുള്ളതായി. അണ്ണേ താങ്ക്സ് അണ്ണേ. ചിക്കൻ റൈസാണ് നമ്മൾ ഇവിടെ നിന്ന് കഴിച്ചത് കേട്ടോ. 100 റുപ്പീസായി. നല്ല ഓയിലി ആയിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. കാരണം നമ്മളത് പ്രത്യേകിച്ച് പറയുന്ന കാരണം എന്ന് വെച്ചാൽ ഞാൻ ഡയറ്റ് എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് ഈ 2 ട്രിപ്പിൻ്റെ ഡേയ്സിൽ നമുക്കിനി നോക്കാനായിട്ട് ഒരു മാർഗ്ഗമില്ല. അപ്പം ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തതേ ഉള്ളൂ. ആൻഡ് ഇവിടെ നമുക്ക് തിരിക്കാം. ഇവിടുത്തെ പിന്നെ ഈ പോകുന്ന റൂട്ടിനെ പറ്റി പറയാം. ഇത് രാമനാഥപുരം കണക്ട് ചെയ്യുന്ന റൂട്ടാണ് കേട്ടോ. ഇതിപ്പോൾ കുറച്ച് ദൂരം ഞാനിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ എന്നെ ഇങ്ങനെ വിൻഡ് ഇങ്ങനെ ചരിക്കുന്നുണ്ട് കേട്ടോ. വണ്ടി തനതാനെ കിറ്റും കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് ഒട്ടും കൺട്രോളബിൾ അല്ലാതെയാണ് ഇപ്പോൾ കറൻ്റ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്നാലും നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഓട്ടിക്കാം എന്നുള്ളത് മാത്രം. ഒരുപാട് ക്രോസ് വിൻസ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ക്രോസ് വിൻസ് വളരെ ഡേഞ്ചറാണ്. ക്രോസ് വിൻസിലൂടെ ഓട്ടിക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ലവണ്ണം ശ്രദ്ധിച്ച് തന്നെ ഓട്ടിച്ചില്ലെങ്കിൽ നമുക്ക് നല്ലൊരു പണി തന്നെ കിട്ടും കേട്ടോ. അപ്പം അതൊന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തെന്നേ ഉള്ളൂ.
ഞാനിപ്പോൾ ഈ ലോറിയൊക്കെ വരുമ്പോൾ അത്യാവശ്യം ഇങ്ങനെ ടഗിങ് ചെയ്യുന്നുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ലോ കേട്ടോ. ഈ ലോറീസൊക്കെ വരുമ്പോൾ അത്യാവശ്യം നല്ല എയറിനെ പുഷ് ചെയ്തുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ നിവർന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഇത് ഹിറ്റ് ചെയ്യും കേട്ടോ, നല്ലോണം ഹിറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കൺട്രോൾ ചെയ്യാനും നല്ല ചാൻസാണ്. അപ്പം കാർസൊന്നും കുഴപ്പമില്ല, വലിയ ലോറീസൊക്കെ അപ്പം എതിരെ വരുവാണെങ്കിൽ ഈ ഒരു കാര്യം ഒന്ന് മൈൻഡിൽ വെച്ചേക്കണേ. യെസ് ഗായ്സ്, അപ്പം നമ്മളിതാ രാമനാഥപുരം എത്തിയിട്ടുണ്ട് കേട്ടോ. സ്ട്രെയിറ്റ് ചെന്നൈ. അടിപൊളി. ഫോണൊക്കെ വിളിച്ചങ്ങ് പോവാ. അപ്പോൾ ദാ നമ്മൾ രാമനാഥപുരം എത്തിയിട്ടുണ്ട് കേട്ടോ. ലെഫ്റ്റിലേക്ക് പോകുന്നത് തിരിച്ച് ആ റൂട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും രാമനാഥപുരം കഴിഞ്ഞു. രാമേശ്വരം 49 കിലോമീറ്റേഴ്സ്, ധനുഷ്കോടി 68, അരച്ചൽ മുനൈ 73 കിലോമീറ്റേഴ്സ്. ഇപ്പം നമ്മൾ ഓൾമോസ്റ്റ് എത്താറായി കേട്ടോ നമ്മുടെ ഡെസ്റ്റിനേഷൻ രാമേശ്വരം. ധനുഷ്കോടി ഇന്ന് പോകുമെന്നൊക്കെ ഉള്ളത് ഇതുവരെ സത്യം പറഞ്ഞാൽ തീരുമാനിച്ചിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ പ്രയോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ APJ അബ്ദുൽ കലാം മെമ്മോറിയൽ ആദ്യം ഒന്ന് വിസിറ്റ് ചെയ്യണം. അത് നമുക്ക് 5 o'clock വരെ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ സമയം വളരെ ലിമിറ്റഡാണ്. അപ്പോൾ നമുക്കെന്തായാലും അത്യാവശ്യം കുറച്ചൊന്ന് ത്രോട്ടിൽ ചെയ്താലേ നമുക്ക് എത്താനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം 5 o'clock ക്ലോസ് ചെയ്യും. ആൻഡ് ഗൈസ്, നമ്മൾ ഏതാണ്ടൊക്കെ എത്താറായിട്ടുണ്ട്. പാമ്പൻ ബ്രിഡ്ജ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല കേട്ടോ. പാമ്പൻ ബ്രിഡ്ജ് എന്ന് പറയുന്നത് മണ്ഡപം എന്ന് പറയുന്ന ഒരു ചെറിയൊരു ടൗണുണ്ട്. അതിന് ശേഷമാണ് ഈ പാമ്പൻ ബ്രിഡ്ജ് വരുന്നത് കേട്ടോ. അപ്പോൾ പാമ്പൻ ബ്രിഡ്ജ് ആയിട്ടില്ല. വീട്ടിൽ നിന്ന് നമ്മൾ ഓൾമോസ്റ്റ് 400 കിലോമീറ്റേഴ്സ് ഇപ്പോൾ തന്നെ കവർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇതെന്താ ബ്ലോക്ക്? ഓ മാൻ, റെയിൽവേ ക്രോസിംഗ് ടൈമാണ് കേട്ടോ. ട്രെയിൻ പാസ് ചെയ്ത് പോയി കേട്ടോ, ജസ്റ്റ് മിസ്. എനിക്ക് പിന്നെ വേറൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, നമ്മുടെ പാമ്പൻ പാലത്തിൽ കൂടി ട്രെയിൻ പാസ് ചെയ്ത് പോകുന്ന ഒരു വിഷ്വൽ കിട്ടണം, ഷൂട്ട് ചെയ്യണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. എനിവേ അത് നടന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ കറൻലി ഉള്ള മണ്ഡപം കഴിഞ്ഞ് പാമ്പനിലേക്ക് എൻ്റർ ആവുന്ന ഒരു പോയിൻ്റാണ് കേട്ടോ അത്. അപ്പോൾ അവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാമോ എന്നറിയത്തില്ല. എനിവേ ആ ഭാഗത്ത് ഒരുപാട് ഫിഷിംഗ് ബോട്ട്സ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ പാമ്പൻ ബ്രിഡ്ജിലേക്ക് നമ്മൾ എൻ്ററായി കൊണ്ടിരിക്കുകയാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ ജസ്റ്റ് നമ്മുടെ ഒരു 20 meters അവേ ആയിട്ട് റെയിൽവേ ലൈൻസ് ഉണ്ട് കേട്ടോ. വാവ്, നമുക്ക് ഇന്ന് ജസ്റ്റ് ഒന്ന് കണ്ടേച്ചും പോവാം. നമുക്ക് നാളെ അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് കാണാം കേട്ടോ. കാരണം നമുക്ക് ഓൾറെഡി ടൈം ഇത്തിരി ലിമിറ്റഡാണ് കേട്ടോ. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്ക് വേറെ ഇഷ്യൂസൊന്നും ഇല്ലായിരുന്നു.
നമുക്ക് ജസ്റ്റ് ഒന്ന് നിർത്തി നോക്കാം എന്താണ് സിറ്റുവേഷൻ എന്നുള്ളത്. ഓഹോ, നമ്മളെ കടൽ കണ്ടില്ലേ, ബ്ലൂ ഇൻ കളറായിട്ട് കിടക്കുകയാണ് കേട്ടോ. കൊള്ളാമല്ലേ? എന്താ ഒരു കൺസ്ട്രക്ഷൻ. ആക്ച്വലി 2 ബ്രിഡ്ജുണ്ട്. ഇത് ഓൾഡ് ബ്രിഡ്ജാണ്. അതാണിപ്പോൾ കറൻ്റ്ലി നമ്മുടെ മോദിജിയൊക്കെ വന്നിട്ട് ഉദ്ഘാടനം ചെയ്തത് സെക്കൻഡ് ബ്രിഡ്ജാണ് കേട്ടോ. പഞ്ചാബ്. ഓ നൈസ് ബ്രോ. कितना दिन हो गया? कितना दिन हो गया? नहीं, एक्चुअली हम लोग चेन्नई से आए हैं. चेन्नई से? ठीक है. അപ്പോൾ അതാ നമുക്ക് ഇവിടെ ഒരുപാട് ടൈം എടുക്കുന്നതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് തൽക്കാലം വിടാം. എന്തായാലും നാളെ വന്നിട്ട് അത്യാവശ്യം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം കേട്ടോ. എനിവേ അതാ പാമ്പൻ ബ്രിഡ്ജ് നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. ആൻഡ് വി ആർ മൂവിങ് ടുവേർഡ്സ് APJ അബ്ദുൽ കലാം മെമ്മോറിയൽ. ആക്ച്വലി അവിടെ കണ്ടില്ല ഒരു ലൈറ്റ് ഹൗസ് കാണുന്നുണ്ട് കേട്ടോ. അത് രാമേശ്വരം ലൈറ്റ് ഹൗസാണ്. പക്ഷേ ഇപ്പോൾ കറൻ്റ്ലി ടിൽ ദി ഡേറ്റ് അത് ക്ലോസ്ഡ് ആണ്. മുമ്പ് അതായത് എനിക്ക് തോന്നുന്നൊരു 5 years ബാക്കൊക്കെ അവിടെ ആളെ അലോ ചെയ്തുകൊണ്ടിരുന്നതാണ് കേട്ടോ. ഇപ്പോൾ അത് കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആണ്. ആൻഡ് വൺ തിങ്, ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ളൊരു ലൈറ്റ് ഹൗസ് ധനുഷ്കോടിയിൽ മാത്രമാണ് ഉള്ളത്. ഓക്കെ, അങ്ങനെ പാമ്പൻ ബ്രിഡ്ജ് ഇറങ്ങി പാമ്പൻ എന്ന് പറയുന്ന ടൗണിൽ എത്തിക്കഴിഞ്ഞു. ആൻഡ് ഇവിടെ നിന്ന് ഫ്യൂ ഡിസ്റ്റൻസേ ഉള്ളൂ നമ്മുടെ മെമ്മോറിയലിലേക്ക് കേട്ടോ. ജസ്റ്റ് 6 kilometers away from here. അബ്ദുൽ കലാം മെമ്മോറിയൽ എത്തി കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും വണ്ടി വയ്ക്കാൻ പറ്റുമോ നോക്കാം. പാർക്കിംഗ് ഏരിയ ഉണ്ടോ എന്തോ അറിയത്തില്ല കേട്ടോ. എൻട്രി ഏതിലെയാ? ഔട്ട് സൈഡാ? ഓക്കെ, അപ്പോൾ നമുക്കിവിടെ വണ്ടി അകത്ത് അലൗഡ് ആണോ എന്നറിയത്തില്ല. പക്ഷേ വണ്ടി ക്യാമറ അകത്ത് അലൗഡാ. കിളി പോയി കേട്ടോ മനുഷ്യൻ്റെ. ക്യാമറ ഇവിടെ അലൗഡ് ആണോ എന്നറിയത്തില്ല കേട്ടോ. എന്തായാലും നമുക്ക് ഇറങ്ങി നോക്കാം. അമ്മേ, എന്തായാലും ക്യാമറ അലൗഡ് അല്ലെങ്കിൽ എന്താണ് അകത്ത് കണ്ടതെന്നുള്ളത് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഗായ്സ് ഞാൻ നമ്മുടെ മെമ്മോറിയലിൽ നിന്ന് ഇറങ്ങിയായിരുന്നു കേട്ടോ, അബ്ദുൽ കലാം മെമ്മോറിയലിൽ നിന്ന്. ആക്ച്വലി ഇവിടെ ഇതിനകത്ത് ഫോൺസും ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സും ഒന്നും അലൗഡ് അല്ല. എസ്പെഷ്യലി ഫോണ് നമ്മുടെ ക്യാമറ ഒന്നും അലൗഡ് അല്ല. ഈവൻ പെൻഡ്രൈവ് പോലും അലൗഡ് അല്ല കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്തതേ ഉള്ളൂ. ആൻഡ് ഇതിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അബ്ദുൽ കലാം സാറിൻ്റെ ഓരോ കാലഘട്ടത്തിലുള്ള ഓരോ സ്റ്റേജിലുള്ള സ്റ്റാച്യൂസ് ഉണ്ട്. പ്ലസ് പിന്നെ ലാസ്റ്റായിട്ട് ഉപയോഗിച്ചിരുന്ന സാറിൻ്റെ ഡ്രസ്സസ്, ലാപ്ടോപ്സ്, അങ്ങനെയുള്ള കുറേ പേഴ്സണൽ തിങ്സ്, പിന്നെ യൂട്ടൻസിൽസ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളും. ആൻഡ് സാറിന് കിട്ടിയ ബഹുമതികൾ, പത്മവിഭൂഷൺ, ഭാരത് രത്ന, അങ്ങനെയുള്ള സാറിന് കിട്ടിയ എല്ലാ ഗാലണ്ടറി അവാർഡ്സും എല്ലാം ഇവിടെ വച്ചിട്ടുണ്ട് കേട്ടോ.
ഓൾമോസ്റ്റ് ഒരു 5 മണി ആവാറായി. ഇത് 5 മണി വരെ ഉള്ളൂ കേട്ടോ. 5 മണി കഴിയുമ്പോൾ ഇത് ക്ലോസ് ചെയ്യും. നമുക്ക് പുറത്ത് ക്യാമറാസ് യൂസ് ചെയ്യാം, പക്ഷേ അകത്ത് ഫുൾ ചെക്ക് ചെയ്തിട്ടേ കയറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്തായാലും തിരിക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിതാ മെമ്മോറിയൽ കണ്ടു കഴിഞ്ഞു കേട്ടോ. ഇവിടെ നിന്ന് നമുക്ക് തിരിക്കാം. എന്തായാലും രാമേശ്വരത്തേക്ക് തന്നെ പോകാം. സമയം ഓൾമോസ്റ്റ് ഒരു 5 മണി ആ ഒരു റേഞ്ചാണ് കേട്ടോ. നെക്സ്റ്റ് ചെയ്യാനുള്ള പരിപാടി 2-3 നമുക്ക് ഡെസ്റ്റിനേഷൻസ് ഉണ്ടായിരുന്നു, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് സാധിക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ നമ്മൾ കറൻ്റ്ലി രാമേശ്വരത്തേക്ക് തന്നെ പോവുകയാണ് കേട്ടോ. നമുക്ക് റൂം എന്തെങ്കിലും എടുത്തിട്ട് ഒന്ന് ഫ്രഷ് ആവണം, എന്നിട്ട് ബാക്കി കാര്യങ്ങളെപ്പറ്റി ആലോചിക്കാം. അതാണിപ്പോൾ നമ്മുടെ ഹെൽത്തിന് നല്ലത് കേട്ടോ. ഗൈസ്, നമ്മളിതാ രാമേശ്വരത്ത് എത്തിച്ചേർന്ന് കേട്ടോ. രാമേശ്വരം ടെമ്പിളാണ് സ്ട്രെയിറ്റ് കാണുന്നത്. കാണാമോന്നറിയത്തില്ല കേട്ടോ. ഇതേ കാണുന്നത്. നമുക്ക് ഇവിടെ ഒന്ന് റൂംസ് വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു നോക്കാം. കഴിഞ്ഞ തവണ വന്നപ്പോഴും ഇവിടെ നിന്നാണ് റൂം എടുത്തത് കേട്ടോ. അപ്പം ഇവിടെ തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം. സിംഗിൾ റൂം இருக்கா? சிங்கிள் தான். எவ்வளோ இருக்கும்? சிங்கிள் இல்லையா? நான் ஏசி போதும். ஆ, One eternity later. ഓക്കെ ഗൈസ്, ലാസ്റ്റ് നമ്മൾ ഇവിടെ തന്നെ റൂം ഫൈനലൈസ് ചെയ്തു കേട്ടോ. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വണ്ടി ഇവിടെ പാർക്കിംഗ് ഒക്കെ സ്പേസ് ഉണ്ട്. അപ്പുറത്ത് 2-3 ചോദിച്ചായിരുന്നു കേട്ടോ. അവിടെ എല്ലാം വണ്ടി വയ്ക്കാനായിട്ടുള്ളൊരു സ്പേസ് ഇല്ല. പ്ലസ് 800 രൂപയാണ് അവിടെയൊക്കെ പറയുന്നത്. ലാസ്റ്റ് ഞാനിവിടെ വന്ന് അത്യാവശ്യം സംസാരിച്ചപ്പോൾ 900 രൂപയ്ക്ക് തന്നു. അപ്പം 900 ഇവിടെ നമ്മൾ റൂം എടുത്തിട്ടുണ്ട്. സിംഗിൾ റൂമാണ്. നമുക്ക് എന്തായാലും ഫ്രഷപ്പായിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. അതുപോലെ ഇന്ന് അരിശൽമുന ആ ധനുഷ്കോടി ഭാഗത്തേക്ക് പോകാനും പറ്റില്ല കേട്ടോ. കാരണം 5:30-6 മണിയാകുമ്പോഴത്തേക്ക് അവിടുത്തെ റോഡ് ക്ലോസ് ചെയ്യും കേട്ടോ. അവിടെ നിന്ന് അങ്ങോട്ട് എൻട്രി ഇല്ല. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി ഓർത്തില്ലായിരുന്നു. അപ്പോൾ ഗൈസ്, നമ്മളിതാ ചെക്ക് ഇൻ ചെയ്തു. ലഗേജസ് എല്ലാം അവിടെ വെച്ചു. ഡ്രസ്സൊക്കെ മാറി ഒന്ന് ഫ്രഷപ്പായി കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മളിതാ ഇറങ്ങുകയാണ്. അബ്ദുൽ കലാം സാറിൻ്റെ ഹൗസിലേക്കാണ് പോകുന്നത് കേട്ടോ. ഇത് കാണുന്നതാണ് രാമേശ്വരം ടെമ്പിൾ. നമുക്ക് 2-3 ഡെസ്റ്റിനേഷൻ നമുക്ക് ഇന്ന് തന്നെ കവർ ചെയ്യാൻ നോക്കാം. കാരണം വെച്ചാൽ നാളെ ഇനിയിപ്പോൾ നമുക്ക് ധനുഷ്കോടിയൊക്കെ പോകേണ്ടതായിട്ടുള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല ടൈറ്റ് ആവാൻ നല്ല ചാൻസ് ഉണ്ട് കേട്ടോ. അതുപോലെ നാളെ തന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതുകൊണ്ട് നമുക്ക് എന്തായാലും ഒരു ഇതേപോലെ വന്നതുപോലെ തന്നെ ഹെക്റ്റിക് റൈഡായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കലാം സാറിൻ്റെ ഹൗസ് ഓഫ് കലാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിതാ ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട്. പക്ഷേ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയായി തുടങ്ങി കേട്ടോ. സന്ധ്യയായി, സൺസെറ്റ് കഴിഞ്ഞു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഒരു ടൈമിൽ ഇത്തിരി കടന്ന കൈയായിപ്പോയി എന്തായാലും ഇങ്ങോട്ട് വന്നത്. എനിവേ പറ്റുമെന്നുള്ളത് നോക്കാം, കാണാൻ പറ്റുമെന്നുള്ളത്. ഇല്ലെങ്കിൽ നമുക്ക് നാളെ വരാം കേട്ടോ. അപ്പം നമ്മൾ വന്നുകൊണ്ടിരുന്ന ലൊക്കേഷൻ എന്ന് നിങ്ങളടുത്ത് പറഞ്ഞില്ലല്ലോ. ഈ ലൊക്കേഷൻ്റെ പേരാണ് വില്ലുന്തി തീർത്ഥം കേട്ടോ. വില്ലുന്തി തീർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവിടെ ഒരു സീ ഫേസിങ് ആയിട്ടൊരു കിണറുണ്ട് കേട്ടോ ഇവിടെ. അതിനെയാണ് ഈ വില്ലുന്തി തീർത്ഥം എന്ന് പറയുന്നത്. അത് ആ കിണറിന് ആ വെല്ലിന് എന്താണ് സ്പെഷ്യാലിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കടലുമായി ചുറ്റിപ്പറ്റിയാണ് ഈ കിണർ അവിടെ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ.
പക്ഷേ ആ കിണറിന് ഉപ്പ് രസം ഇല്ല. അതാണ് അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. കണ്ടില്ലേ, ഈ സൈഡെല്ലാം കടലായിട്ട് ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്. ആൻഡ് ഈ ഒരു സ്ഥലം കണ്ടില്ലേ, ജസ്റ്റ് ഒരു ബ്രിഡ്ജാണ് കേട്ടോ. ഈ ബ്രിഡ്ജ് വന്നിട്ട് ലാസ്റ്റ് ഒരു കിണറുണ്ട്. ആ കിണറിലാണ് ഞാൻ ഈ പറഞ്ഞ അത്ഭുതം ഒളിച്ചിരിക്കുന്നത്. സംഭവം എന്തോ ഉറവ എന്തോ ആണ്, പക്ഷേ ഇവർ ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് രാമൻ്റെ വില്ല് വന്ന് തറച്ച സ്ഥലം, അങ്ങനെ എന്തോ ആണ് കേട്ടോ.